നമ്മുടെ മക്കളെ ഒരക്ഷരം പഠിപ്പിക്കാൻ അധ്യാപകർക്ക് പോസ്റ്റ് ഗ്രാജുവേഷനും സെറ്റും നിർബന്ധമുള്ള ഒരു നാടാണിത്. ഒരു പ്യൂൺ തസ്തികയിലേക്ക് പോലും 10ാം ക്ലാസ്സോ ഡിഗ്രിയോ ഇല്ലാതെ നമുക്ക് അപേക്ഷിക്കാൻ പോലും കഴിയില്ല. എന്നാൽ അതേ മക്കളുടെയും ഈ രാജ്യത്തിന്റെയും ഭാവി തീരുമാനിക്കുന്ന നിയമങ്ങൾ നിർമ്മിക്കാൻ മാത്രം എന്തിനാണ് അറിവില്ലാത്തവർക്ക് നമ്മൾ ലൈസൻസ് നൽകുന്നത്? ഇത് യഥാർത്ഥ ജനാധിപത്യമാണോ? അതോ ജനാധിപത്യത്തിന്റെ മറവില് നമ്മൾ നടത്തുന്ന വലിയൊരു വിട്ടുവീഴ്ചയാണോ? നമസ്കാരം, ഗ്ലോബൽ ടോക്സ് വിത്ത് അബിയിലേക്ക് സ്വാഗതം. ഞാൻ അഭിനവ്. ലോകവേദികളിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കാൻ ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കേണ്ടത് അനിവാര്യമാണോ? രാഷ്ട്രീയത്തിലെ വിദ്യാഭ്യാസ യോഗ്യത ഒരു നേതാവിനെ എങ്ങനെ സ്വാധീനിക്കുന്നു? അന്താരാഷ്ട്ര തലത്തിലെ ഉദാഹരണങ്ങൾ സഹിതം നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാം. ആദ്യം നമുക്ക് നിയമം നോക്കാം. ഇന്ത്യൻ ഭരണഘടന പ്രകാരം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വിദ്യാഭ്യാസ യോഗ്യതയോ ഭാഷാ പരിജ്ഞാനമോ നിർബന്ധമില്ല. എന്തുകൊണ്ടാണ് നമ്മുടെ ഭരണഘടനാ ശില്പികൾ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്? കാരണം ലളിതമാണ്. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ പറയുന്നത് പോലെ ഭരണത്തിൽ പങ്കാളിയാകുക എന്നത് ഏതൊരു പൗരന്റെയും അവകാശമാണ്. വിദ്യാഭ്യാസം ലഭിക്കാത്തത് ഒരാളുടെ വ്യക്തിപരമായ കുറ്റമല്ല, മറിച്ച് അത് സമൂഹത്തിന്റെ പരാജയമാണ്. ആ പരാജയം കാരണം ഒരാൾക്ക് ജനപ്രതിനിധി ആകാനുള്ള അവകാശം നിഷേധിക്കരുത് എന്നാണ് ജനാധിപത്യത്തിന്റെ കാതൽ. എങ്കിലും 2026 ഈ ആധുനിക കാലഘട്ടത്തില് ഇതിനെ നമ്മൾ വെറും ഒരു നിയമപരമായ വശമായിട്ട് മാത്രം കാണാൻ കഴിയില്ല. പ്രധാനമായിട്ടും 4 വ്യത്യസ്ത തലങ്ങളിലൂടെ ഇതിനെ വിശകലനം ചെയ്യേണ്ടതുണ്ട്. ഒന്നാമത്തേത് രാഷ്ട്രീയ കാഴ്ചപ്പാട്. ഒരു നേതാവ് പ്രാഥമികമായിട്ട് ജനങ്ങളുടെ ശബ്ദമാകണം. ഗ്രൗണ്ട് റിയാലിറ്റി അറിയുന്നവർക്ക് ഡിഗ്രിയേക്കാൾ വലിയ യോഗ്യത അനുഭവ പരിചയം തന്നെയാണ്. എന്നാൽ നിയമനിർമ്മാണ സഭകളിൽ സങ്കീർണമായിട്ടുള്ള ബില്ലുകൾ ചർച്ച ചെയ്യുമ്പോൾ ആ വിഷയത്തിലുള്ള ആഴത്തിലുള്ള അറിവ് ഒരു മികച്ച ജനപ്രതിനിധിയുടെ വലിയ ഒരു മുൻതൂക്കം തന്നെയാണ്. രണ്ടാമത്തേതാണ് സാമ്പത്തിക കാഴ്ചപ്പാട്, അല്ലെങ്കിൽ എക്കണോമിക് പെർസ്പെക്ടീവ്. രാജ്യത്തിന്റെ ബജറ്റും സാമ്പത്തിക നയങ്ങൾ രൂപീകരിക്കുമ്പോൾ അടിസ്ഥാനപരമായിട്ടുള്ള എക്കണോമിക്സ് അറിവുള്ള നേതാക്കൾക്ക് കാര്യങ്ങൾ കുറച്ചും കൂടെ വ്യക്തമായിട്ട് അവതരിപ്പിക്കാൻ സാധിക്കും. അഴിമതിയുടെ പഴുതുകൾ അടയ്ക്കാനും സർക്കാർ പദ്ധതികൾ ഫലപ്രദമായിട്ട് നടപ്പിലാക്കാനും ഇത് അത്യന്താപേക്ഷിതമാണ്. അടുത്തതാണ് വിദ്യാഭ്യാസവും ഭാഷയും. ഇവിടെയാണ് ഇംഗ്ലീഷിന്റെ പ്രസക്തി വരുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇംഗ്ലീഷ് ഒരു അറിവല്ല, മറിച്ച് ഒരു ആശയ വിനിമയ ഉപാധിയാണ്, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ടൂൾ മാത്രമാണ്. പക്ഷേ അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യയുടെ നിലപാടുകൾ ഉറച്ചു പറയാനും മറ്റ് രാജ്യങ്ങളുമായി സംവദിക്കാനും ഇംഗ്ലീഷ് ഭാഷ പരിജ്ഞാനം ഒരു നേതാവിന് നൽകുന്ന ഒരു ആത്മവിശ്വാസം വളരെ വലുതാണ്. അവസാനമായിട്ടാണ് ഭരണപരമായിട്ടുള്ള വശം. IAS ഉദ്യോഗസ്ഥരെയും ബ്യൂറോക്രാറ്റുകളെയും നയിക്കേണ്ടത് ഈ ജനപ്രതിനിധികളാണ്. ഉദ്യോഗസ്ഥർ നൽകുന്ന സങ്കീർണമായിട്ടുള്ള റിപ്പോർട്ടിലെ പോരായ്മ കണ്ടെത്താനും അവരെ കൃത്യമായിട്ട് നിയന്ത്രിക്കാനും നേതാവിന് അറിവ് അത്യാവശ്യമാണ്. എന്നാൽ 1950കളിലെ ഒരു സാമൂഹിക സാഹചര്യത്തിലല്ല നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. അന്ന് സാക്ഷരത കുറവായതുകൊണ്ട് തന്നെ ഇലക്ടഡ് റെപ്രസെന്റേറ്റീവ്സിനായിരുന്നു മുൻഗണന. പക്ഷെ 2026 ഒരു ആധുനിക നേതാവിന് വിദ്യാഭ്യാസം കേവലം ഒരു സർട്ടിഫിക്കറ്റ് അല്ല, അതൊരു അത്യാവശ്യമായിട്ടുള്ള സർവൈവൽ ടൂളാണ്. അത് എന്തുകൊണ്ടൊക്കെയാണ് എന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. സങ്കീർണമായിട്ടുള്ള നയരൂപീകരണം. ഇന്ന് ഒരു നിയമസഭയിലോ പാർലമെന്റിലോ ചർച്ചയ്ക്ക് വരുന്നത് പഴയതുപോലുള്ള ലളിതമായ വിഷയങ്ങളല്ല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിയന്ത്രിക്കാനുള്ള നിയമങ്ങള്, ക്രിപ്റ്റോ കറൻസി, ഡേറ്റ പ്രൈവസി തുടങ്ങിയ സാങ്കേതിക വിഷയങ്ങളിൽ തീരുമാനമെടുക്കാൻ ആ വിഷയങ്ങളെ കുറിച്ചുള്ള ആഴത്തിൽ വായിച്ച് മനസ്സിലാക്കാനുള്ള അറിവ് ഒരു നേതാവിന് അത്യാവശ്യമാണ്. അറിവില്ലാത്ത നേതാവ് നിയമനിർമ്മാണ സഭകളിൽ കേവലം കാഴ്ചക്കാരനായിട്ട് ഒതുങ്ങിപ്പോകും. ബ്യൂറോക്രസിക്ക് മേലുള്ള കൃത്യമായിട്ടുള്ള നിയന്ത്രണമാണ് അടുത്തത്. നമ്മുടെ ഭരണ സംവിധാനത്തില് ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും തമ്മിലുള്ള ബന്ധം വളരെ പ്രധാനമാണ്. വിദഗ്ധരായിട്ടുള്ള ഉദ്യോഗസ്ഥർ നൽകുന്ന ഫയലുകൾ വെറുതെ ഒപ്പിടുകയല്ല ഒരു നേതാവിന്റെ ജോലി, മറിച്ച് ആ റിപ്പോർട്ടുകളിലെ പോരായ്മകൾ കണ്ടെത്താനും അവ ചോദ്യം ചെയ്യാനും നേതാവിന് സാധിക്കണം. വിദ്യാഭ്യാസമുള്ള ഒരു നേതാവിനെ അറിവില്ലായ്മയുടെ പേരിൽ കബളിപ്പിക്കാൻ ബ്യൂറോക്രസിക്ക് കഴിയില്ല. ഡേറ്റ അധിഷ്ഠിത ഭരണമാണ് അടുത്തത്. വൈകാരികമായിട്ടുള്ള പ്രസംഗങ്ങൾ കൊണ്ട് ജനങ്ങളെ ആകർഷിക്കാം. പക്ഷേ നാട് വികസിക്കണമെങ്കിൽ കണക്കുകൾ അറിയണം, അല്ലെങ്കിൽ ഡേറ്റ അറിയണം. GDP നിരക്കുകൾ, പണപ്പെരുപ്പം, തൊഴിലില്ലായ്മ നിരക്ക് എന്നിവ വിശകലനം ചെയ്യാനും അതനുസരിച്ച് പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും വിദ്യാഭ്യാസ പശ്ചാത്തലം ഒരു വലിയ കരുത്താണ്. കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത്
സാക്ഷരരായ ജനതയെ നയിക്കാൻ വസ്തുതാപരമായിട്ടുള്ള അറിവ് അനിവാര്യം തന്നെയാണ്. അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, ആഗോള വെല്ലുവിളികൾ. ക്ലൈമറ്റ് ചേഞ്ച് പോലുള്ള ആഗോള പ്രതിസന്ധികൾ ഇന്ന് നമ്മുടെ ഗ്രാമങ്ങളെ വരെ ബാധിക്കുന്നു. അന്താരാഷ്ട്ര ഉടമ്പടികളും UN നിർദ്ദേശങ്ങളും എങ്ങനെ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരന് ഗുണകരമാക്കാം എന്ന് ചിന്തിക്കാൻ ആഗോള കാഴ്ചപ്പാടുള്ള നേതാക്കൾ നമുക്ക് വേണം. ഒരു ജസ്റ്റ് ട്രാൻസിഷൻ സാധ്യമാകണമെങ്കിൽ പരിസ്ഥിതിയും സാമ്പത്തിക ശാസ്ത്രവും തമ്മിലുള്ള ബന്ധം നേതാക്കൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതും എന്നാൽ വിവാദപരമായിട്ടുള്ള ഒരു വിഷയത്തിലേക്ക് വരാം, ഇംഗ്ലീഷ് ഭാഷ. നമുക്കറിയാം, ഇംഗ്ലീഷ് അറിയില്ല എന്നതുകൊണ്ട് ഒരാൾ മോശം ഭരണാധികാരി ആകുന്നില്ല. എന്നാൽ ആഗോളവൽക്കരിക്കപ്പെട്ട ഈ 2026 ഇംഗ്ലീഷ് എന്നത് വെറും ഒരു ഭാഷയല്ല, അതൊരു ഗ്ലോബൽ അഡ്വാൻറ്റേജ് തന്നെയാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് പോലെ ഒരു രാജ്യത്തിന്റെ പുരോഗതിയിൽ ആഗോള തലത്തിലുള്ള ആശയവിനിമയം, ഗ്ലോബൽ കമ്മ്യൂണിക്കേഷൻ നിർണായകം തന്നെയാണ്. ഇന്ത്യ ഇന്ന് ലോകത്തിലെ 5ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാണ്. വിദേശ നിക്ഷേപം ആകർഷിക്കാനും ആഗോള സിഇഒകളുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാനും നമ്മുടെ നേതാക്കന്മാർക്ക് ഭാഷാപരമായിട്ടുള്ള കൃത്യതയും ആത്മവിശ്വാസവും അത്യാവശ്യമാണ്. ഞാനൊരു രാഷ്ട്രീയക്കാരനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക പാർട്ടിയുടെ വക്താവോ അല്ല. പക്ഷേ ഒരു നിരീക്ഷകൻ എന്ന നിലയിൽ ചില യാഥാർത്ഥ്യങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കേണ്ടത് തന്നെയാണ്. ആശയവിനിമയത്തിലെ ചെറിയ പിഴവുകൾ പോലും ഒരു നേതാവിന്റെ ഗൗരവത്തെ അല്ലെങ്കിൽ ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ചില ഉദാഹരണങ്ങൾ, A റഹീം ദേശീയ മാധ്യമങ്ങളിലെ ചർച്ചകളിൽ പങ്കെടുക്കുമ്പോൾ ഇംഗ്ലീഷ് പദപ്രയോഗങ്ങളിൽ വന്ന ചെറിയ പിഴവുകൾ പോലും സോഷ്യൽ മീഡിയയിൽ വലിയ ട്രോളുകൾക്ക് കാരണമായി. ഇത് ആ വ്യക്തിയുടെ രാഷ്ട്രീയ നിലപാടുകളെക്കാൾ ഉപരി അദ്ദേഹത്തിന്റെ ഭാഷാപരമായ പരിമിതിയിലേക്ക് ചർച്ചകളെ വഴിതിരിച്ചു വിട്ടു. നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഇംഗ്ലീഷ് പ്രസംഗങ്ങളിലെ പിഴവുകളും അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ചർച്ചയായിട്ടുണ്ട്. ദ ന്യൂയോർക്ക് ടൈംസ് പോലുള്ള ആഗോള മാധ്യമങ്ങൾ ഇത്തരം കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് പലപ്പോഴും രാജ്യത്തിന്റെ പ്രതിച്ഛായയെ തന്നെ ബാധിക്കുന്ന ഒന്നായി മാറുന്നു. അടുത്തതായിട്ട് മല്ലികാർജുന ഖാർഗെയുടെ കാര്യമാണ്. ദേശീയ തലത്തിൽ വലിയൊരു പ്രതിപക്ഷ നിരയെ നയിക്കുമ്പോൾ ഹിന്ദി സംസാരിക്കാത്ത ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുമായിട്ടും അന്താരാഷ്ട്ര മാധ്യമങ്ങളുമായിട്ടും സംവദിക്കാൻ ഭാഷാപരമായിട്ടുള്ള പരിമിതികൾ പലപ്പോഴും ഒരു വെല്ലുവിളിയായി മാറാറുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പിഴവുകൾ ആർക്കും സംഭവിക്കാമെന്നാണ്. പക്ഷേ ലോകവേദികളിൽ ഇന്ത്യയെ പോലുള്ള ഒരു വൻ ശക്തിയെ പ്രതിനിധീകരിക്കുമ്പോൾ ആ വാക്കുകൾക്ക് കൃത്യത ഉണ്ടാവുക എന്നത് ആ നേതാവിനോടുള്ള ബഹുമാനം വർദ്ധിപ്പിക്കും. കൃത്യമായിട്ടുള്ള ട്രെയിനിങ്ങും അല്ലെങ്കിൽ കപ്പാസിറ്റി ബിൽഡിങ്ങും ആശയവിനിമയ നൈപുണ്യവും ഒരു ആധുനിക നേതാവിന് ഒഴിവാക്കാനാവാത്തതാണ്. നമ്മൾ ഇത്ര നേരം ഇംഗ്ലീഷിന്റെ പ്രാധാന്യത്തെ പറ്റി സംസാരിച്ചു. എന്നാൽ ലോകത്തെ ഏറ്റവും ശക്തരായ ചില നേതാക്കൾക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്നതോ അല്ലെങ്കിൽ അവർ ഇംഗ്ലീഷ് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്നതോ ആണ് മറ്റൊരു യാഥാർത്ഥ്യം. അവർ എങ്ങനെയാണ് ലോകവേദികളിൽ തങ്ങളുടെ സാന്നിധ്യം അറിയിക്കുന്നത്? ഒന്നാമത്തെ നേതാവ് റഷ്യയുടെ വ്ളാഡിമിർ പുടിനാണ്. പുടിൻ ഇംഗ്ലീഷ് അറിയാമെങ്കിലും ഔദ്യോഗികമായിട്ടുള്ള എല്ലാ ചർച്ചകളിലും അദ്ദേഹം ഒരു റഷ്യൻ ഭാഷ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. തന്റെ രാജ്യത്തിന്റെ സംസ്കാരത്തോടും ഭാഷയോടുമുള്ള ആദരവായിട്ടാണ് ഇതിനെ അദ്ദേഹം കാണുന്നത്. വിവർത്തകരുടെ സഹായത്തോടെ അദ്ദേഹം തന്റെ നിലപാടുകൾ കൃത്യമായിട്ട് ലോകത്തെ അറിയിക്കുന്നു. ഇവിടെ ഭാഷയല്ല, പറയുന്ന കാര്യത്തിന്റെ ഗൗരവമാണ് ലോകം ശ്രദ്ധിക്കുന്നത്. മറ്റൊരാള് ചൈനയുടെ ഷി ജിൻപിങ്. ലോകത്തിലെ 2ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായ ചൈനയുടെ തലവൻ മണ്ടാരിൻ ഭാഷയിലാണ് സംസാരിക്കുന്നത്. ചൈനയുടെ സാങ്കേതികവും സാമ്പത്തികവുമായിട്ടുള്ള കരുത്ത് കാരണം ലോകം അവരുടെ ഭാഷ കേൾക്കാൻ നിർബന്ധിതരാകുന്നു. ഒരു നേതാവിന്റെ പിന്നിൽ ശക്തമായിട്ടുള്ള ഒരു രാജ്യമുണ്ടെങ്കിൽ ഭാഷ ഒരു തടസ്സമേ അല്ല എന്ന് ചൈന തെളിയിക്കുന്നു. അടുത്തത് യൂറോപ്പിലെ നേതാക്കളെ കുറിച്ചാണ്. ഫ്രാൻസിലെയും ജർമ്മനിയിലെയും പല പ്രമുഖ നേതാക്കളും അന്താരാഷ്ട്ര വേദികളിൽ തങ്ങളുടെ മാതൃഭാഷയിലാണ് സംസാരിക്കാറുള്ളത്. ഐക്യരാഷ്ട്ര സംഘടന തന്നെ 6 ഔദ്യോഗിക ഭാഷകൾ അംഗീകരിച്ചിട്ടുണ്ട്. ഇതിനർത്ഥം ലോകം എല്ലാവരെയും ഉൾക്കൊള്ളാൻ തയ്യാറാണ് എന്ന് തന്നെയാണ്. അപ്പോൾ ഇവിടെയുള്ള വ്യത്യാസം എന്താണ്? ഈ രാജ്യങ്ങളെല്ലാം തങ്ങളുടെ മാതൃഭാഷയിൽ അറിവ് നിർമ്മിക്കുന്നവരാണ്. എന്നാൽ ഇന്ത്യയെ പോലുള്ള രാജ്യത്ത് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസവും നിയമവ്യവസ്ഥയും ഇംഗ്ലീഷിലാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഒരു ഇന്ത്യൻ നേതാവിന് ഇംഗ്ലീഷ് അറിയാത്തത് ഒരു പരിമിതിയായി തോന്നുന്നത്. ഒരു ജസ്റ്റ് ട്രാൻസിഷൻ കപ്പാസിറ്റി ബിൽഡിംഗ് ഫെസിലിറ്റേറ്റർ എന്ന നിലയിൽ ഞാൻ മനസ്സിലാക്കുന്നത് അറിവ് ഏത് ഭാഷയിലായാലും അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് പ്രധാനം. പക്ഷേ ആഗോള തലത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്ന മേശകളിൽ
നമ്മുടെ ശബ്ദം കൃത്യമായിട്ട് കേൾപ്പിക്കാൻ നിലവിൽ ഇംഗ്ലീഷ് ഒരു വലിയ സഹായി തന്നെയാണ്. അപ്പോൾ നമ്മൾ കണ്ടതുപോലെ നിയമം വിദ്യാഭ്യാസ യോഗ്യത ചോദിക്കുന്നില്ലെങ്കിലും മാറുന്ന ലോകക്രമത്തിൽ അറിവുള്ള നേതാക്കൾ നമ്മുടെ രാജ്യത്തിന്റെ അനിവാര്യത തന്നെയാണ്. ആഗോളതലത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്ന മേശകളിൽ അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് ടേബിൾസിൽ നമ്മുടെ ശബ്ദം ഒഴുങ്ങി കേൾക്കണമെങ്കിൽ നയിക്കുന്നവർക്ക് ആഗോള കാഴ്ചപ്പാടും അറിവും അത്യാവശ്യമാണ്. ഒരു ജസ്റ്റ് ട്രാൻസിഷൻ കപ്പാസിറ്റി ബിൽഡിംഗ് ഫെസിലിറ്റേറ്റർ എന്ന നിലയിൽ ഞാൻ വിശ്വസിക്കുന്നത് അറിവ് പകരുന്നത് പോലെ തന്നെ പ്രധാനമാണ് അത് നയിക്കുന്നവരിലും ഉണ്ടാകുക എന്നത്. ഈ ചർച്ച ഇവിടെ അവസാനിക്കുന്നില്ല. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ ചോദിച്ച ചോദ്യം നമുക്ക് ഒരിക്കൽ കൂടി ഓർക്കാം. നമ്മുടെ മക്കളുടെ ഭാവി തീരുമാനിക്കുന്നവർക്ക് മാത്രം എന്തിന് യോഗ്യതയിൽ ഇളവ് നൽകണം? എന്നാൽ അതിനോടൊപ്പം തന്നെ ഗൗരവമേറിയ മറ്റൊരു ചോദ്യം കൂടെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നു. നമ്മൾ എന്നും പരാതിപ്പെടാറുണ്ട് യോഗ്യതയുള്ളവർ രാഷ്ട്രീയത്തിലേക്ക് വരുന്നില്ല എന്ന്. എന്നാൽ യഥാർത്ഥ ചോദ്യം ഇതല്ലേ? ഉയർന്ന വിദ്യാഭ്യാസം നേടിയവരും പ്രൊഫഷണലുകളും രാഷ്ട്രീയത്തിലേക്ക് വരാത്തതാണോ പ്രശ്നം? അതോ അറിവുള്ളവർ കടന്നു വരാൻ ഭയപ്പെടുന്ന രീതിയിൽ നമ്മുടെ രാഷ്ട്രീയ വ്യവസ്ഥിതി അഴിഞ്ഞു നിറഞ്ഞ ഒന്നായി മാറിയോ? നിങ്ങളുടെ ചിന്തകൾ താഴെ കമന്റ് ചെയ്യുക. ഈ ചർച്ച ഒരു മാറ്റത്തിന് തുടക്കമാകട്ടെ. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് എൻ്റെ വെബ്സൈറ്റായ www.abhinavjose.com സന്ദർശിക്കുക. മറ്റൊരു ആഗോള വിഷയവുമായിട്ട് വീണ്ടും കാണാം എന്ന ശുഭാപ്തി വിശ്വാസത്തോടെ ഇറ്റ്സ് മീ അഭിനവ് ജോസ് സൈനിങ് ഓഫ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.